ഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടുക, നിങ്ങളെ അല്ലാഹുവിലേക്ക് ഓടുക എന്നതായിരുന്നു നബിമാരെല്ലാം പറഞ്ഞതായ തത്വം. എന്താണ്? ഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടണം. അല്ലാഹുവിലേക്ക് പതുക്കെ പോകണമെന്നല്ല, ഓടണമെന്നാണ്. ഇത് നാം ചെയ്യുന്ന ഏത് അമലുകളിലും നമുക്ക് സ്ലോ ആവാം. ഉറങ്ങുന്ന കാര്യത്തിൽ ഉറക്കം വരുമ്പോൾ ഉറങ്ങിയാൽ മതി. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പള്ളയ്ക്ക് വിശപ്പ് വരുമ്പോൾ തിന്നാൽ മതി. പക്ഷേ അല്ലാഹുവിലേക്ക് പോകുന്ന കാര്യത്തിൽ കൃത്യമായി റബ്ബ് പറഞ്ഞ സമയത്ത് തന്നെ ആയിരിക്കണം നമസ്കരിക്കേണ്ടത്. എപ്പോഴെങ്കിലും ആവാൻ പറ്റൂല, ധൃതി വേണം. എന്തിൽ? ടൈമിൽ തന്നെ നിസ്കരിക്കുന്ന കാര്യത്തിൽ. ടൈമിൽ നമസ്കരിച്ചിട്ടില്ലെങ്കിലോ പോയി. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പറയാറുണ്ട്, പോയ ബുദ്ധി ആന വലിച്ചാലും വരൂല എന്ന്. നിങ്ങൾ പറയുമെന്നറിയില്ല. പോയ ബുദ്ധി ആന വലിച്ചാലും വരൂല. അതുപോലെയാണ് യഥാർത്ഥത്തിൽ നമ്മിൽ നിന്നിട്ട് നമസ്കാരം വിട്ടാൽ ചില ആൾക്കാർക്ക് തോന്നിപ്പോകാറുണ്ട്. എന്ത്? അത് ഇസ്ലാമിൻ്റെ ഞാൻ ഏറ്റെടുത്തതായ ഫിഖ് മസല കൂടിയാണ്. എന്ത്? നമുക്ക് പിന്നെയും ഖളാ വീട്ടാമല്ലോ എന്ന്. ഇത് ഖളാ വീട്ടാമല്ലോ എന്ന് അങ്ങനെയുള്ളൊരു തോന്നൽ. നമുക്കിത് പഠിപ്പിച്ച ദൂതർ, നമ്മുടെ കൂടെ നാം ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്നതായ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലവും അവരുടെ കൂടെയുള്ള സഹാബാക്കളും ഖളാ പോകട്ടെ. ഇബ്നു മസ്ഊദ് പറയുന്നു, സഹീഹിലാണ്, ദശക്കണക്കിൽ പ്രാവശ്യം നിങ്ങൾ കേട്ടതാണ്, ഞങ്ങളിൽ നിന്നിട്ട് ആരെങ്കിലും പള്ളിയിലേക്ക് ജമാഅത്തിന്, പെണ്ണുങ്ങൾക്ക് ജമാഅത്ത് നിർബന്ധമില്ല, പെണ്ണുങ്ങൾ കേൾക്കുന്ന ക്ലാസ് ആയതുകൊണ്ട് അത് പ്രത്യേകം അടിവരയിട്ട് മടക്കി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് കൃത്യമായി തന്നെ നമസ്കരിക്കണം. അത് വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമസ്കാരം ബാധ്യതയുള്ളവരാണ് അവർക്ക് മെൻസസ് ഇല്ല, അവർക്ക് നിഫാസ് ഇല്ല, അവർക്ക് തടസ്സങ്ങളില്ല എങ്കിൽ അവർ കൃത്യമായിട്ട് ടൈമിൽ തന്നെ നമസ്കരിക്കണം. അവരുടെ വീട്ടു ബാധ്യത ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുട്ടികളെ കുളിപ്പിക്കാനുണ്ടല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യേണ്ടതുണ്ടല്ലോ, മറ്റു ബാധ്യതകളുണ്ടല്ലോ. ഇതൊന്നും പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നടക്കൂല. കാരണം അള്ളാഹു പറയുന്നു, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. നമസ്കാരം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ കൃത്യമായി ടൈമിൽ നമസ്കരിച്ച് കൂട്ടേണ്ടതായ കാര്യമാണ്. ഇഷ്ടാനുസരണം നമസ്കരിക്കാനുള്ളതല്ല. റബ്ബ് പറയുന്നു ഖുർആനിൽ. ടെലിവിഷനിലും മറ്റൊക്കെ വാർത്താവിനിമയ കേന്ദ്രങ്ങളിലൊക്കെ ഇവിടെ കാണാം ആ സമയത്ത് ആയത്ത് ഇങ്ങനെ കറങ്ങുന്നത്. ഏതായത്ത്? ജനങ്ങളൊക്കെ പൂട്ടിപ്പോകും. ചില ആൾക്ക് പ്രയാസം പൂട്ടിപ്പോകാൻ. എന്ത് പൂട്ടാൻ? കട പൂട്ടാനേ. അപ്പോഴോ പൂട്ടിപ്പോകും. എവിടേക്കാണ് പോക്ക്? ഹറമിലേക്കല്ല, അകത്തേക്കാ പോക്ക്. ഇത് കട പൂട്ടിയിട്ട് അകത്തേക്കാ പോക്ക്. അല്ലെങ്കിലോ കട പൂട്ടിയിട്ട് പുറത്തേക്ക് പോയാൽ തന്നെ അടുത്ത് അവൻ വാടകയ്ക്ക് വാങ്ങിയ റൂമിലേക്ക്. എന്തിനാണ്? നോക്കിയ ഫിലിം പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ പുതിയ ഫിലിം തുടങ്ങി വെക്കാൻ. ഇത് ആരുടെ സ്ഥിതി? ചില സഹോദരന്മാരുടെ, അള്ളാഹു ഹിദായത്തിലാക്കട്ടെ സ്ഥിതി. സഹോദരിമാരുടെ കാര്യം പിന്നെ പറയാതിരിക്കല നല്ലത്. എല്ലാരെ കുറിച്ചല്ല കേട്ടാ. സഹോദരിമാര് എത്ര കേസുകളാണ് എനിക്ക് വരാറുള്ളത്. ഭാര്യ ഇന്ന ഫിലിം വാങ്ങിക്കൊടുക്കണം, ഇന്ന അശ്ലീലമുള്ള അല്ലെങ്കിൽ തോന്നിവാസങ്ങളോ ഉള്ളതായ ഇത് പൈങ്കിളി സാഹിത്യം വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ ഇത് എന്താണ് പ്രത്യേക ഇന്ത്യയിൽ നിന്നിട്ടോ മറ്റേതെങ്കിലും അങ്ങനെയുള്ള ദുർഗന്ധം വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ നിന്നിട്ടോ വന്നതായ ദുർഗന്ധം വീട്ടിലേക്ക് കടത്തണം എന്ന് നിർബന്ധിപ്പിക്കുന്നുണ്ട്. കെട്ടിയ പെണ്ണ് എന്ത് വേണം മൗലവി എന്ന് ചോദിക്കുന്ന സംഭവങ്ങൾ എത്ര. എൻ്റെ ക്ലാസ് കേൾക്കുന്നവരും ഇവിടെ സ്ഥിരമായിട്ട് ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമുള്ളവരും മദീനയുടെ പവിത്രത മനസ്സിലാക്കിയവരും ഈ അന്തരീക്ഷത്തിന് അഴുക്കാക്കാൻ പാടില്ല എന്ന് സത്യപ്രം ചെയ്തവരുമായ എൻ്റെ സദസ്യർ അത് കാട്ടൂല എന്ന് എനിക്കറിയാം. പക്ഷേ ഖേദത്തോടു കൂടി ദുഃഖത്തോടു കൂടി പറയേണ്ടി വരുന്നു ഇങ്ങനെയുള്ളതായ സംഭവ വികാസങ്ങൾ. അല്ലാഹു എല്ലാവരും ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അപ്പോൾ ഞാനെന്താ പറഞ്ഞു വരുന്നത്? കൃത്യസമയത്ത് നമസ്കരിക്കാനുള്ളതാണ് എന്ന് റബ്ബ് പറഞ്ഞതായ ആ നമസ്കാരത്തെക്കുറിച്ച് നമ്മുടെ സഹാബാക്കൾ, നാം ചർച്ച ചെയ്തു വരുന്ന അൻസാറുകൾ, നാം ചർച്ച ചെയ്തു വരുന്ന മുഹാജിറുകൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പമോ അല്ലെങ്കിൽ പള്ളിയിൽ നടക്കുന്ന ജമാഅത്തോടു കൂടിയോ നമസ്കരിക്കാൻ വരാത്തവരെ ബയ്യുനുൻ നിഫാഖ്, പ്രകടമായ കാപട്യം പേറുന്ന ആളായിട്ടാണ് കാണുക. സഹീഹായ ഹദീസിൽ പ്രകടമായ കാപട്യം പേറുന്ന ആൾ. കാപട്യം പറയാന്നൊക്കെ പറഞ്ഞ മഹാ അപകടമല്ലേ? നരകത്തിൽ ഫസ്റ്റ് ക്ലാസ് നേടുന്നവരാണ് കാപട്യം പേറുന്നവരല്ലേ? ഖുർആൻ പറയാണ്, ഞാൻ പറയല്ല. ഇന്നൽ മുനാഫിഖീന എവിടെ?
ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ താഴെ 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 തട്ടില്ല. നരകം തന്നെ മഹാ അപകടം. അവിടെ പിന്നെ താഴെ തട്ടുമാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അതാർക്കാണ്? കാപ്പട്യം പേറുന്നവർക്ക്. ആ കാപ്പട്യം പേറുന്നവരായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കാറുള്ളത് കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കാത്തവരെ എന്ന്. നേരെ മറിച്ച് ചിന്തിക്കുക. സഹീഹ് മുസ്ലിമിൽ റസൂൽ പറയുന്നു, ആരെങ്കിലും നിങ്ങൾ സ്ഥിരമായി പള്ളിയിൽ ജമാഅത്തിന് കണ്ടാൽ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ, അദ്ദേഹം ഒരു സത്യവിശ്വാസിയാണെന്ന് നിങ്ങൾ സാക്ഷി നിൽക്കുക. സത്യവിശ്വാസിയാണ് എന്ന് നിങ്ങൾ സാക്ഷി നിൽക്കുക. എന്തൊരു മഹാഭാഗ്യം സഹോദരിമാരെ. ഇത് കേട്ടിട്ട് നിങ്ങൾ ബേജാറാവേണ്ടതില്ല. നിങ്ങൾക്ക് അല്ലാഹു നിർബന്ധമാക്കാത്തതായ ജമാഅത്ത് നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളെ അല്ലാഹു ശിക്ഷിക്കുന്നതല്ല എന്ന് മാത്രമല്ല, ജമാഅത്ത് നിർബന്ധമാക്കിയ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ആൺമക്കളെയും നിങ്ങളുടെ ഭർത്താക്കന്മാരെയും പള്ളിയിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിലും അവരുടെ വസ്ത്രം തയ്യാറാക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം തയ്യാറാക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അവർ ഉറങ്ങുന്നവരാണെങ്കിൽ നമസ്കാര വേളയിൽ അവരെ ഉണർത്തുന്ന കാര്യത്തിലോ നിങ്ങൾ കൂട്ടാളികളാണെങ്കിൽ, നിങ്ങൾ സഹായികളാണെങ്കിൽ അവർ നമസ്കരിക്കുന്ന ജമാഅത്തിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ജമാഅത്തായിട്ട് നമസ്കരിച്ചവരായിട്ട് പരിഗണിക്കപ്പെടും. അസ്മാ ബിൻത് യസീദ് ബിൻ സക്കൻ എന്ന ഖതീബത്തുൻ നിസാ കേട്ടിട്ടില്ലേ? അവരുടെ ചരിത്രം. ഖതീബത്തുൻ നിസാ, സ്ത്രീകളിൽ പ്രാസംഗികയായിട്ട് അറിയപ്പെട്ടവർ, റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് ചോദിച്ച ചോദ്യമായിരുന്നു, നിങ്ങൾ യുദ്ധത്തിന് പോകുന്നു, നിങ്ങൾ ഹിജ്റ ചെയ്യുന്നു, നിങ്ങൾ ജമാഅത്തിന് പോകുന്നു, നിങ്ങൾ ജുമഅക്ക് പോകുന്നു, നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു പുരുഷന്മാരെ, ഞങ്ങൾക്കത് ലഭിക്കുന്നില്ലല്ലോ. പക്ഷേ നിങ്ങൾ പോകുന്ന വേളയിൽ നിങ്ങൾക്ക് ഭക്ഷണം തയ്യാർ ചെയ്യാൻ ഞങ്ങളല്ലേ വീട്ടിൽ, നിങ്ങളുടെ വസ്ത്രം അലക്കാൻ ഞങ്ങളല്ലേ വീട്ടിൽ, നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായല്ല അള്ളാഹുവിലേക്ക് പറന്നു ചെല്ലാൻ ഓടിച്ചെല്ലാൻ നിങ്ങൾ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങളുടെ പിന്നിൽ സഹായിക്കാൻ ഞങ്ങളല്ലേ വീട്ടിൽ, ഞങ്ങൾക്ക് പകരം എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട ശേഷം ഇങ്ങനെ ഇത്രയും വാചാലതയിൽ ഇത്രയും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിപൂർണത ഉൾക്കൊള്ളുന്ന പദങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന പെണ്ണിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സഹാബാക്കളെ? സഹാബാക്കൾ പറഞ്ഞു, ഇല്ല റസൂലേ, ഞങ്ങൾ ആദ്യമായിട്ടാണ് പെണ്ണുങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയത്, അത്ര കഴിവിൽ പ്രസംഗിക്കാൻ പെണ്ണുങ്ങൾക്ക് അറിയുമെന്ന് ധരിച്ചത് എന്ന് മറുപടി. റസൂലുള്ളാഹി ഈ മറുപടി കേട്ട ശേഷം ഇസ്മഈ അയ്യത്തുഹൽ മർആ, അല്ലയോ പെണ്ണെ കേട്ടോളീൻ, നിങ്ങൾക്കുള്ള മറുപടിയല്ല, നിങ്ങൾക്ക് ശേഷമുള്ളവർക്ക് അഥവാ സ്ത്രീകൾക്ക് ആ സകലം ഖിയാമത്ത് നാൾ വരെ കേൾക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകൾക്കും ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉമ്മത്ത് മുഹമ്മദിന്റെ പിന്നാലെ നടക്കുന്നതായ സർവ്വ സ്ത്രീകൾക്കും മറുപടിയാണ്, നിങ്ങൾ ഹുസ്നു തബഉലികുന്ന ലിരിജാൽ, നന്നായ ഭർത്താക്കന്മാരെ, മുസ്ലിം ഭർത്താക്കന്മാരെ അള്ളാഹിന്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നേർച്ചയാക്കിക്കൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അർത്ഥകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കണമെന്ന വജ്ജുഹത്തുവിന്റെ തത്വം ഉൾക്കൊള്ളുന്നതായ ഒരു പുരുഷനെ അനുസരിച്ചുകൊണ്ട് അവർക്കുള്ള ഒത്താശകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ജീവിക്കുമ്പോൾ അവരുടെ നമസ്കാരത്തിൽ നിങ്ങൾ പങ്കാളികളാകുന്നു, അവരുടെ യുദ്ധത്തിൽ നിങ്ങൾ പങ്കാളികളാകുന്നു, അവരുടെ ജിഹാദിൽ നിങ്ങൾ പങ്കാളികളാകുന്നു, അവർ ചെയ്യുന്നതായ സർവ്വ സൽക്കർമ്മങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകുന്നു, നിങ്ങൾക്ക് ആ പ്രതിഫലം ലഭിക്കുന്നു എന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും നമ്മുടെ മുമ്പിൽ അന്ധവിശ്വാസമുള്ളവരുമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി. എന്തോ ഒരു സന്തോഷ വാർത്ത. അതുകൊണ്ട് സ്ത്രീകളോട് ഇടയ്ക്കിടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്ത്രീകളല്ല എന്ന് പറയുന്നത് കൊണ്ട് അവഗണിക്കല്ല. മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബാ. സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ അള്ളാഹിന്റെ ലീസ്റ്റിൽ തുല്യരാണ് പ്രതിഫലം ലഭിക്കുക എന്ന കാര്യത്തിൽ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നീ പെണ്ണല്ലേ അവിടെ പോ, നീ ആണല്ലേ ഇവിടെ പോ എന്ന് പറയില്ല. ആണും പെണ്ണും എല്ലാവർക്കും ഉള്ളതാണ് സ്വർഗം. ആണും പെണ്ണും നിബന്ധന എന്താണ്? സത്യവിശ്വാസിനിയായിട്ട് ജീവിക്കണം, സത്യവിശ്വാസിയായിട്ട് ജീവിക്കണം. അതിനെ ആധാരമാക്കി അമൽ ചെയ്യണം. ആര് ചെയ്താൽ അത് പെണ്ണാവട്ടെ ആണാവട്ടെ അവർക്ക് തക്കതായ പ്രതിഫലം, നല്ല ജീവിതം ഇവിടെ, സുന്ദരമായ സ്വർഗീയ ജീവിതം അവിടെയും. അല്ലാഹു ആ ഇനത്തിൽ നമ്മുടെ സഹോദര സഹോദരിമാരെ പെടുത്തുമാറാകട്ടെ.